സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. കോഴിക്കോട് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വികാരമാണ്. ഞാൻ തന്നെയാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച കവിയും ഗാനരചയിതാവുമായ PS നമ്പീശൻ. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു വലിയ ചരിത്രമാണ്. എന്റെ മനസ്സിൽ കോഴിക്കോട്ടെ പ്രഗത്ഭരായ അനേകം സാഹിത്യകാരന്മാർ വന്നും പോയി കൊണ്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് ഇവിടെ അന്നത്തെ പത്രമാസികകളിലൊക്കെ വരുന്ന പേരുകൾ കാണുമ്പോൾ, അവരെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു പ്രതിഷ്ഠ നമ്മുടെ മുമ്പിൽ സജീവമായി വരുന്നത് പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം കണ്ട ആ പ്രതിഭ ആരായിരിക്കും? ഒരു പക്ഷേ അത് SK പൊറ്റക്കാടായിരിക്കുമോ, അതോ PC കുട്ടിക്കൃഷ്ണനായിരിക്കുമോ, കുട്ടിക്കൃഷ്ണമാരായിരിക്കുമോ, NP മുഹമ്മദ് ആയിരിക്കുമോ, MT വാസുദേവനാരായിരിക്കുമോ? പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭാശാലികളാണ്. വളരെ കാലം മുമ്പ് G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം കൂടുകയുണ്ടായി. അന്നാണ് ജ്ഞാനപീഠത്തെ കുറിച്ച് ആദ്യമായി അറിയുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഒഴുക്കുള്ള അനർഗളമായ പ്രസംഗം കേൾക്കാൻ ഞാനും പോയിരുന്നു. പിന്നീട് ഈ കോഴിക്കോട്ടേക്ക് തന്നെ ഒറ്റക്കാടും MT വാസുദേവനാരും ജ്ഞാനപീഠം കൊടുക്കുന്നു. ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ആ കാലത്ത് നാം ദൂരെ കണ്ട ആ മഹാപ്രതിഭാശാലികൾ അവരുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കോഴിക്കോടിന്റെ സജീവമായ സ്മരണയായി എന്റെ മനസ്സിൽ നിൽക്കുന്നു. ഒരിക്കൽ ഒറ്റക്കാട് അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠം സമ്മാനം കിട്ടിയ കാലത്ത് മാനാഞ്ചിറ ചിറയുടെ സമീപത്ത് നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ ആകാശവാണിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം അവിടെ ഒരു ചെറിയ ബാഗും പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തിരിച്ചു പറഞ്ഞു, ഞാൻ നാളെ ബോംബെക്ക് പോവുകയാണ്, അതിനുശേഷം ഡൽഹിക്ക് പോകും, ജ്ഞാനപീഠം മറ്റന്നാളാണ് എനിക്ക് കിട്ടുന്നത്. അത്രയും വലിയൊരു മഹാമനുഷ്യൻ ഒരു സാധാരണക്കാരനായ എന്നോട് എത്ര എളിമയായിട്ടാണ് പെരുമാറുന്നത്. അതാണ് കോഴിക്കോട്. ഈ കോഴിക്കോടിന്റെ ലാളിത്യം അതൊരു പ്രത്യേകതയാണ്. കോഴിക്കോടിന്റെ നിഷ്കളങ്കത അതൊരു പറയാൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതുപോലെ നിർമ്മലതയുള്ള മറ്റൊരു നഗരമുണ്ടോ എന്ന് സംശയമാണ്. വരുന്നവരെ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുന്ന ഒരു വലിയ സാഹിത്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്രമാണ് കോഴിക്കോട് ഉദ്ഘോഷിക്കുന്നത്. ഒരു കാലത്ത് എത്രയെത്ര സാഹിത്യകാരന്മാർ ഇവിടെ വന്നു, അവരെല്ലാം മൺമറഞ്ഞു. ഇപ്പോഴും സാഹിത്യകാരന്മാർ വായിക്കുന്നു. ഇവിടെ തന്നെ അവർ കൂടുകൂട്ടുന്നു, ഇവിടെ തന്നെ അവർ പേരെടുക്കുന്നു. അങ്ങനെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ ചരിത്രത്തിൽ ഒരു വലിയ പാരമ്പര്യമാണ് നമുക്ക് വേണ്ടി ഇവിടെ കുറിച്ചു വെച്ചിട്ടുള്ളത്. ഇത് അക്ഷരങ്ങളുടെ നഗരമാണ്. അക്ഷരങ്ങളിൽ നിന്ന് അനേകം മുത്തുകൾ ഉണ്ടാക്കുന്ന നഗരമാണ് കോഴിക്കോട്. ഏറ്റവും മികച്ച സാഹിത്യ നഗരമായി മാറി. അങ്ങനെയുള്ള ഒരു കോഴിക്കോടിന്റെ ചരിത്രത്തെ എവിടെയാണ് തുടങ്ങുക, എവിടെയാണ് അവസാനിക്കുക എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.